ഒരു 3 മിനിറ്റ്സ് അകത്ത് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം. കാരണം എൻ്റെ റുട്ടീനിൽ ഞാൻ വരുത്തിയൊരു ചേഞ്ച് ഞാൻ നിങ്ങൾക്കായിട്ട് പറയാം. പക്ഷേ ഒരുപാട് ആൾക്കാർ പറയുന്ന ഇത് അങ്ങനെയൊന്നും പറയുന്നില്ല. നോർമൽ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് വേണം. നമ്മുടെ സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, അതുപോലെ ഇരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ എവിടെയാണെന്ന് പലരും ചോദിച്ചാൽ നിങ്ങൾ പോകുന്ന ബ്യൂട്ടി പാർലർ പറയും അതല്ല, കിച്ചണാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പാർലർ. കാരണം ഒരുപാട് വെറൈറ്റി ആയിട്ട് ഐറ്റംസ് കിച്ചണിലുണ്ട്, പക്ഷേ പലരും ട്രൈ ചെയ്ത് നോക്കാറില്ല. അതിന് ചെയ്യേണ്ട എന്താണ്, നമ്മുടെ സ്കിൻ ടൈപ്പ് ആദ്യം മനസ്സിലാക്കണം. സ്കിൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡ്രൈ സ്കിൻ ഉണ്ട്, നോർമൽ സ്കിൻ ഉണ്ട്, ഓയിലി സ്കിൻ ഉണ്ട്. പെട്ടെന്ന് ഏജ് തോന്നിക്കുന്ന ആരാണ്? ഡ്രൈ സ്കിൻ. എൻ്റെ അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ പെട്ടെന്ന് ഏജ് തോന്നിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് കെയറിങ് കൊടുക്കണം. അതുപോലെ വരുന്നത് നോർമൽ സ്കിൻ, അവർക്കും ഇതുപോലെ തന്നെയാണ്, എന്നാലും ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ പെട്ടെന്ന് ഏജ് തോന്നിക്കാത്ത ഒരു സ്കിൻ എന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നാണ്. കാരണം എന്താ, ഓയിൽ കണ്ടന്റ് വരുമ്പോൾ ആ ഒരു ഗ്ലേസിങ് ഗ്ലോ നമ്മുടെ ഫേസിൽ കാണും. മറ്റത് അങ്ങനെയല്ല. ഡ്രൈ സ്കിൻ പുറത്തിറങ്ങുമോ അത് പെട്ടെന്ന് ഫേസിലാവുകയും ചെയ്യും. ചുളികൾ പെട്ടെന്ന് വരുന്ന ഒരു സ്കിന്നാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് നമുക്ക് ആവണക്കെണ്ണ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കറ്റാർവാഴ, ഇത് രണ്ടും സ്യൂട്ടാവുന്ന ഒരു സാധനമാണ്. വീക്ക്ലി 1 or 2 ബോഡി ഫുള്ളായിട്ട്, ഫേസിലും ബോഡിയിലും ഫുള്ളായിട്ട് ആവണക്കെണ്ണ എല്ലാം യൂസ് ചെയ്ത് നോക്കി നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഒലിവ് നമ്മുടെ കറ്റാർവാഴ എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങുന്ന ടൈമിൽ നന്നായിട്ട് വരണ്ടിരിക്കുന്ന സ്കിന്ന് ആ വരൾച്ച മറ്റൊന്ന് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ നമുക്ക് കറ്റാർവാഴ കയ്യിൽ വെച്ചേക്കാം. അത് നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് പോലെ നോർമൽ സ്കിൻ ടൈപ്പ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പറ്റും. വീക്ക്ലി 1 or 2 അവർ ഫുള്ളായിട്ട് ബോഡിയും ഫേസും ഒന്ന് മസാജ് ചെയ്യാൻ ഇത് യൂസ് ചെയ്ത് നോക്കി. ഓയിലി സ്കിന്നർക്ക് അത്രയും ആവശ്യമില്ല. അവർക്ക് നോർമൽ പൗഡർ ഐറ്റംസ്, അതായത് എന്താ ഓറഞ്ച് പൗഡറോ അങ്ങനത്തെ പറ്റുന്ന അതെല്ലാം സ്ക്രബിങ്ങിന് നോർമൽ ഫേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കം എണീക്കുന്നത് തൊട്ടാണ് നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പലരും ഉറക്കം കൊണ്ട് ആദ്യം നോക്കുന്നത് എന്താണ്, മൊബൈൽ എടുക്കുക. പക്ഷേ അതല്ല, എൻ്റെ ശീലം അത് തന്നെയായിരുന്നു. പക്ഷെ അതൊന്ന് മാറ്റി നോക്കിയേ. അല്ല, എഴുന്നേറ്റ് ഒന്ന് ജസ്റ്റ് തണുത്ത വെള്ളമായിട്ടൊന്ന് വാഷ് ചെയ്യുക. കണ്ണിലടിച്ചിങ്ങനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒരു തണുപ്പ് നമ്മുടെ ഫേസിൽ കിട്ടും. അത് നമ്മുടെ റുട്ടീനാക്കി മാറ്റണം. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. നമ്മുടെ റുട്ടീനിൽ നമ്മൾ വരുത്തേണ്ട കാര്യമാണ്. പിന്നെ സ്റ്റൊമക്ക് ഇഷ്യൂസ് വരുന്നെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും ആദ്യം വരുന്നത് നമ്മുടെ ബോഡിയിലും ഫേസിലുമാണ് പെട്ടെന്ന് അവർക്ക്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ബോഡിയിലെ വീക്ക്നെസ്, അതുപോലെ തന്നെ എല്ലിൻ്റെ വീക്ക്നെസ് ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് മുടിയിലുമാണ്. ഇതെല്ലാം മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാൽ നമുക്ക് നല്ലൊരു ചേഞ്ച് കിട്ടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി തലയിൽ എണ്ണ തേച്ച് കുളിക്കണമെന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ തലയിൽ ഒരു തണുപ്പ് കിട്ടാനും ടെൻഷൻ വരാനല്ല, മുടി വളരാനല്ല, ഒരു തണുപ്പ് കിട്ടുക. ചെറിയ ചൂടോട് കൂടിയ ചെറുതായിട്ട് ചൂടാക്കിയ എണ്ണ എടുത്ത് തലയിലൊന്ന് മസാജ് ചെയ്ത് നോക്കി. ഒരു ടെൻഷൻ ഫ്രീ, ആ ടെൻഷൻ കുറയുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നൊന്ന് നന്നായിട്ടിരിക്കും. ഒത്തിരി കോസ്മെറ്റിക് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ്, ജങ്ക് ഫുഡ്, അതായത് പിസ്സ, ബർഗർ അങ്ങനത്തെ മന്ത്ലി വൺസ് നിങ്ങൾ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള ടൈമിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്ന് കഴിച്ച് ഡെയിലി നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നത് ഒരിക്കലും അവോയ്ഡ് ചെയ്ത് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഒരു നെല്ലിക്ക എടുത്ത് കഴിക്കുക. എല്ലാം സ്കിന്നിനായാലും നമ്മുടെ ഹെയറിനായാലും ബെസ്റ്റാണ്. ഇനി ബാക്കിയുടെ ഉണ്ട്, പക്ഷേ ഞാൻ ബോർ എടുപ്പിക്കുന്നില്ല. ഇപ്പോഴും തന്നെ ടൈം ഇത്രയായി. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത ടോപ്പിക്കായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ ഇട്ടേക്കാം. ആവശ്യമുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ്.